വെൽക്കം ടു എപ്പിക് ഫാമിലി. ഇപ്പം രാത്രി 1 മണിയായെന്ന സമയം. നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് തിരിച്ചതാണ്. നമ്മളിപ്പോ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നതെന്ന് ഞാനങ്ങ് പറയട്ടെ. നമ്മളിപ്പോ ഊട്ടിയിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ എത്താറാകുന്നു. ഇനി ഒരു എന്താ പറയാ, ഒരു 40 കിലോമീറ്ററേ ഉള്ളൂ ഊട്ടിക്ക്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടല്ലേ, ഒരു രക്ഷയില്ല. 2 ദിവസം മഴയില്ലെങ്കിൽ നമുക്ക് നല്ല ചൂടായിട്ട് ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ. അപ്പം ഞാനും ചേട്ടനും പെട്ടെന്ന് തീരുമാനിച്ച, ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് തീരുമാനിച്ചു എങ്കിൽ നമുക്ക് ഊട്ടി പോവാം. ഇപ്പൊ കൊറേ നാളായി ഞങ്ങൾ ഊട്ടിയിൽ വന്നിട്ട്. അപ്പൊ ഇങ്ങനെ ഊട്ടി പോവാം എന്നും പറഞ്ഞ് പെട്ടെന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ തന്നെ ഇറങ്ങി. ഇപ്പൊ സമയം 1 മണി കഴിഞ്ഞതേ ഉള്ളൂ. നമ്മളൊരു 2 മണി ആവാറാകുമ്പോഴത്തേനും നമ്മള് ഊട്ടിയിൽ നമ്മുടെ ഹോട്ടലിൽ എത്തും. ഒരു ഹോട്ടലിൽ നമ്മള് റൂമൊക്കെ റിസർവ് ചെയ്തിട്ടാണ് ഈ പോകുന്നത്. അപ്പം ഒരു 2 മണി ആവാറാകുമ്പോഴത്തേനും നമ്മൾ അങ്ങ് എത്തും. പിന്നെ ഇന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ നമുക്ക് ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങാം. അപ്പൊ എന്തായാലും ഈ ഒരു രാത്രി സമയത്ത് ഒരു ഇൻട്രോ എടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻട്രോ എടുത്തത്. ഇനിയും എത്രയാണ്, ഒരു 39 കിലോമീറ്റർ ആണ് ഊട്ടിക്ക് കാണിക്കുന്നത്. അപ്പം എന്താണ് ബാക്കി ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് ഊട്ടിയിലെ വിശേഷങ്ങളായിരിക്കും. എന്നാലും എനിക്ക് ഈ ഒരു രാത്രി സമയത്ത് ഇങ്ങനെ ഇൻട്രോ എടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി ഊട്ടിയിലെത്തി. ചിലപ്പോ ഇന്ന് രാത്രി ഞാൻ അങ്ങോട്ട് ഹോട്ടലിൽ എത്തുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ക്ലിപ്പും കൂടെ എടുത്തിട്ട് പിന്നെ ബാക്കി നാളെ രാവിലത്തെ വിശേഷം ഒക്കെ ആയിട്ടൊരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ നമുക്കിനി ഊട്ടിയിലെത്തിയിട്ട് കാണാം. ഓക്കേ. അങ്ങനെ നമ്മള് ഹെയർ പിന്നൊക്കെ കേറി ഇങ്ങ് മുകളിലെത്തി. ഇപ്പൊ നമ്മള് റൂം റിസർവ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഹോട്ടലിലേക്കാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. ഹോട്ടലിന് തൊട്ടടുത്ത് എത്തി നമ്മള്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഏത് ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത് എന്നുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ കാണാം. ഓക്കേ. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന്റെ ഫ്രണ്ടിലെത്തി. ബോർഡ് കണ്ടില്ലേ, ഫോർച്യൂൺ റിസോർട്ട്സ് ITC ഹോട്ടൽ ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്നതാണ് ഈ ഹോട്ടലും. അപ്പൊ നമ്മൾ റൂം റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ, ഇങ്ങനെ കുറെ ഹോട്ടൽസ് നോക്കിയപ്പോൾ ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടു ഈ ഹോട്ടലിന്. മാത്രമല്ല ഇതിന്റെ പിക്ക് കണ്ടപ്പോൾ, അതായത് എക്സ്റ്റീരിയറും അതേപോലെ റൂമിന്റെ ഒക്കെ പിക്ക് കണ്ടപ്പോഴും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്തു എങ്കിൽ ഇപ്രാവശ്യം ഈ ഹോട്ടലിൽ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാമെന്ന്. സോ അങ്ങനെ നമ്മൾ ഹോട്ടലിനകത്തേക്ക് കയറേണ്ട ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്തേക്കുന്നത് കാണാം. ഇപ്പോ ഊട്ടിയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ്, സീസണാണ്. മാത്രമല്ല ഈ ഹോട്ടൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടൽസ് ഇൻ ഊട്ടിയും കൂടെയാണ്. സോ വേഗം റൂംസ് ഒക്കെ എന്താ പറയാ ബുക്ക്ഡായി റിസർവ്ഡ് ആയി പോകുന്ന ഒരു ഹോട്ടലും കൂടെയാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിന്റെ ഫ്രണ്ടിലെത്തി. ഓക്കെ, ഇതിപ്പോ സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട്. ഇന്നലെ നമ്മൾ ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിലോട്ട് വരുന്നത് വരെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, കാരണം നല്ല രാത്രിയായിരുന്നു. ഞങ്ങൾ നേരെ കിടന്ന് ഉറങ്ങുമായിരുന്നു റൂമിൽ ചെന്നിട്ട്. ഇതിപ്പോ ഞങ്ങൾ ഇവിടെ താമസിച്ചിന്റെ സെക്കൻഡ് ഡേ നൈറ്റ് ആണ്. ഇതേണ്ട ഈ ഹോട്ടൽ ഉണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇതിന്റെ എക്സ്റ്റീരിയർ വ്യൂവും അടിപൊളിയാണ്. അപ്പം ഈ നല്ല ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത്, അതിപ്പോ ഈ രാത്രി സമയം ആകുമ്പോഴത്തേനും ഈ ലൈറ്റും ഈ ഗാർഡന്റെ എല്ലാം നടുക്ക് ഇങ്ങനെ ലൈറ്റും ഒക്കെ കത്തിച്ച് കാണാൻ ഭയങ്കര ഭംഗിയാണ്. സോ നിങ്ങളെ ആദ്യം ഈ ഹോട്ടലിന്റെ ഈ എക്സ്റ്റീരിയർ വ്യൂ അതും നൈറ്റ് ടൈമിൽ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അതിനാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ ഒരു വ്യൂ. കണ്ടോ, ആ ഹോട്ടലേ നല്ല രസമുണ്ട്. ആ പെയിന്റിന്റെ ആ ഒരു കോമ്പിനേഷനൊക്കെ ഹോട്ടൽ തന്നെ ഭയങ്കര എലഗന്റ് ആട്ടോ കാണാൻ. പിന്നെ നമ്മുടെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ദൂരെയുള്ള വ്യൂ ഇത്രയും കാണാം. ഊട്ടിയുടെ ഒരു ഇങ്ങനെ ദൂരെയുള്ള വ്യൂ, ഇങ്ങനെ ബിൽഡിങ്സിലെ ലൈറ്റൊക്കെ കത്തി നിൽക്കുന്ന കണ്ടില്ലേ. അപ്പൊ നല്ല വ്യൂമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗാർഡൻ ഒരു രക്ഷയില്ല, നല്ല രസമായിട്ടോ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ നൈറ്റ് ടൈമിൽ ഈ ലൈറ്റും കൂടെ ആവുമ്പോൾ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. പിന്നെ ഇങ്ങനെ സ്പേസസ് ഒരുപാടുണ്ട് ഈ ഗാർഡന്റെ ഇടയ്ക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഈ ഹോട്ടലിൽ തന്നെ ഉണ്ട്. നല്ല ഹോട്ടലാണ്. ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നേരം റിവ്യൂസിൽ കണ്ടതുപോലെയും പിക്ക് കണ്ടതുപോലെയും ഒക്കെ തന്നെയാണ് ഈ ഹോട്ടൽ. അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ഒരു വ്യൂ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു.
ഇനിയിപ്പോൾ വേണ്ട നമ്മുടെ ഹോട്ടലിൻ്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇങ്ങനെ കയറി വരുമ്പോൾ വേണ്ട റിസപ്ഷൻ ഏരിയ ആണ്. ഇങ്ങനെ നല്ല എലഗൻ്റ് ആയിട്ടാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് വൈബുള്ള ഒരു ഹോട്ടലാട്ടോ. വേണ്ട കണ്ടോ, അതാണ് റിസപ്ഷൻ ഏരിയ. കൊണ്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ, അവിടെയാണ് ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ വേണ്ട ഈ ഒരു റിസപ്ഷനിൽ ഈ ഒരു ഫ്ലോറിൽ നിന്നുണ്ടല്ലോ മുകളിലോട്ടുള്ള നിലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ രണ്ട് സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ നടുക്ക് ലിഫ്റ്റ് ഉണ്ട്. കണ്ടോ, ഭയങ്കര ഒരു അതാ ഞാൻ പറഞ്ഞു, നല്ലൊരു എലഗന്റ് വ്യൂ ഉള്ളൊരു ഹോട്ടൽ. പക്ക നമ്മൾ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെയാണ് കേട്ടോ നേരിട്ട് വരുമ്പോഴും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയയിൽ നിൽക്കുമ്പോഴുള്ള കാഴ്ചകൾ. നല്ല രീതിയിൽ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യുന്നത്, ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെയാണ് അവർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഊട്ടിയാണല്ലോ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നല്ല അടിപൊളി ലുക്കുള്ള നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ്. പിന്നെ ഇവിടെ വേണ്ട ഒരാളിരുന്ന് പിയാനോ ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാം. ഇങ്ങനെ റൂമിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ലിഫ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല പെയിന്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പം നമുക്ക് ലിഫ്റ്റ് കയറി നമ്മുടെ റൂമിൽ പോവാം. 3rd ഫ്ലോറിലാണ് നമ്മുടെ റൂം. അപ്പം നമുക്കിനി റൂമിലെ കാഴ്ചകൾ കാണാം. നമ്മൾ 3rd ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് റിസപ്ഷൻ്റെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണിത്. ഈ ഓരോ ഫ്ലോറിൻ്റെയും ആ സ്പേസിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആന്തൂറിയം ഒക്കെ വെച്ച് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും നല്ലതായിട്ടാണ് ഇവർ ഈ ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. 306 ആണ് നമുക്ക് കിട്ടിയ റൂം. ഇങ്ങോട്ടാ മുറി ഇഷ്ടപ്പെട്ടോ? ഹായ് കൊടുത്ത അപ്പായിക്ക്. വലിയ ടേബിൾ അല്ലേ ഏട്ടാ? ഇത്രയൊരു സിംഗിൾ ഉണ്ടോ? സിംഗിൾ ടേബിൾ ഇതല്ലേ? നല്ല വലുപ്പമാണ്, നല്ല ഭംഗിയുണ്ട്. കെറ്റിലും കപ്പും എല്ലാം വെച്ചിട്ടുണ്ട്. ഒറ്റ ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് അതിന്റെ നടുക്ക് TV. അടിപൊളി. ഇവിടെ നമുക്ക് ഹാങ് ചെയ്യാം. എനിക്ക് ഈ ചെയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ബാക്ക്ഗ്രൗണ്ടില് നല്ല രസമുണ്ടല്ലേ, ഈ കർട്ടനും ഇത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നു. ഫോട്ടോ എടുക്കാൻ ഒരു അടിപൊളിയല്ലേ. സൈഡ് ടേബിളും ഒക്കെ നല്ല ഗ്രാൻഡ്. ഒരു വ്യൂ ഉണ്ടല്ലേ, എന്തോ പുറത്ത് നല്ല വ്യൂ ആ. നമുക്ക് രാവിലെ എടുത്ത് കാണിക്കാം. ഇപ്പൊ നോക്കിയാ അത്രയും വെട്ടം കാണാൻ നന്നായിട്ട്, പക്ഷെ എന്നാലും വ്യൂ കാണെങ്കിൽ രാവിലെ എടുത്താണ്. കബോർഡ് തുറന്ന് കാണിക്കണം കേട്ടോ. ഞാൻ എന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടായിരുന്നു അതിനകത്ത്. കബോർഡില് നല്ല കബോർഡ് എന്താ വെച്ചാൽ എല്ലാം നല്ല ഒരേപോലെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ശ്രദ്ധിച്ചോ, എല്ലാം ഫർണിച്ചറുകളെല്ലാം ഒരേപോലെ. നല്ലൊരു കണ്ണാടിയുണ്ട്, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
പിന്നെ ഈ ബെഡിന്റെ സൈഡിലെ ടേബിളിലെ ലൈറ്റ് നല്ല ഭംഗി, സൈഡ് ലെവല് നല്ല രസമുണ്ട്, നല്ല റൂം. ഇനി നമുക്ക് ബാത്റൂം കൂടെ കാണാം. ഇതാണ് നമ്മളുടെ ബാത്റൂം. ഇനി നമുക്ക് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂവും കൂടെ ഒന്ന് കാണാം. കർട്ടൻ ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് നല്ല ഒരു വ്യൂ ആണ്. ദൂരെ ദൂരെയുള്ള ബിൽഡിങ്സ് കാണാം, മലനിരകൾ കാണാം. പിന്നെ ഈ വിൻഡോ തുറന്നാലുണ്ടല്ലോ നല്ല തണുപ്പും, അങ്ങ് ഭയങ്കര തണുപ്പല്ല, പക്ഷെ ഭയങ്കര സുഖമുള്ള ഒരു തണുപ്പ്. നല്ല ഐഡിയൽ ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഊട്ടിയിൽ വിസിറ്റ് ചെയ്യാൻ. കാരണം നമ്മുടെ നാട്ടിൽ ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യല്ലോ. അപ്പം നമുക്കൊരു 1-2 ദിവസം ഊട്ടിയിലൊക്കെ ഒന്ന് വന്നാൽ ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഈ ഹോട്ടലിന്റെ എക്സ്റ്റീരിയറിലുള്ള കാഴ്ചകൾ, അത് മോർണിംഗ് വ്യൂ ഒന്ന് കണ്ടാലോ. നൈറ്റിൽ നമ്മൾ കാണിച്ചായിരുന്നല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ദൂരെ ദൂരെ ഉള്ള ബിൽഡിങ്സും മലനിരകളും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നൈറ്റ് വ്യൂ കാണിച്ചപ്പോഴേ പറഞ്ഞു, ഇവിടെ അടിപൊളി ഗാർഡൻ ഒക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാൽ തന്നെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മോർണിംഗ് വ്യൂവും കൂടി നടന്നൊന്ന് കാണാം. ഓക്കെ, നമ്മുടെ ഈ ഹോട്ടലിന്റെ വെൽനസ് സെന്റർ, ജിം, പിന്നെ കുട്ടികൾക്കുള്ള ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് പോലത്തെ ഏരിയ ഒക്കെ ഉണ്ട്. നമ്മൾ ഈ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് ഈ ഒരു ഏരിയയിലാണ്. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടോ നല്ല രസമുള്ള പൂക്കളൊക്കെ ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഹോട്ടലിൽ തന്നെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള ലൊക്കേഷൻ ഉണ്ട്.
ഈ ഹോട്ടലിൽ തന്നെ ഉണ്ട്. ഈ ഒരു എക്സ്റ്റീരിയറിൽ ഇവിടെ ഒക്കെ നിന്ന് നമുക്ക് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാം. എന്ത് ഭംഗിയുള്ള പൂക്കളാണ് കിളിച്ച് നിൽക്കുന്നത്, കണ്ടിട്ട് തന്നെ കൊതിയാകുന്നു. നമ്മുടെ വീട്ടിലൊന്നും കൊണ്ടുവച്ചാൽ പക്ഷെ കിളിക്കത്തില്ല, ഈ ക്ലൈമറ്റിൻ്റെയും കൂടെയാണ്. ഊട്ടിയിൽ അല്ലെങ്കിലും ഈ ഫ്രഷ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒത്തിരി കിട്ടുമല്ലോ. വേണ്ട, ഇവിടാണ് വെൽനസ് സെൻറ്റർ ഈ ഹോട്ടലിൻ്റെ. അതായത് നമുക്ക് സ്പാ ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാം. പിന്നെ വേണ്ട, അങ്ങോട്ട് പോകുമ്പോൾ കണ്ടോ കുട്ടികൾക്കൊരു ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ജിമ്മും ഉണ്ട്, അതും കൂടെ കാണിക്കാം. വേണ്ട, ഇതാണ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി ജിമ്മൂടെ കാണിക്കാമേ. ഈ പ്ലേ ഏരിയയുടെ അടുത്ത് തന്നെയാണ് ജിമ്മും. വേണ്ട, ഈ ബിൽഡിങ്ങിനകത്ത് ഇപ്പം ജിം ടൈം അല്ല, അതുകൊണ്ടാണ് ഡോർ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. അകത്ത് മെഷീനൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. സോ ഇതാണ് ഇവരുടെ ജിം ഇവിടുത്തെ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ ഈ ഹോട്ടലിന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ എപ്പിക് ഫാമിലി. ശരിക്കും നമ്മുടെ ഈ ഒരു ഊട്ടി ട്രിപ്പിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം അറിയാമല്ലോ, ഞാൻ നേരത്തെയും പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടല്ലേ. സോ അതിന് റിലീഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1-2 ദിവസത്തേക്ക് ഊട്ടിയിൽ വന്നത്. കാരണം നമ്മൾ നേരത്തെ ഊട്ടിയിൽ വന്നിട്ടുണ്ട്, ഊട്ടിയിലെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലും പോയിട്ടുള്ളതാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ ലക്ഷ്യം തണുപ്പ് 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 എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലും കുഞ്ഞിയായിട്ട് ഫസ്റ്റ് ടൈം അല്ലേ ഊട്ടിയിൽ വരുന്നത്, കുഞ്ഞിന്റെ ഫസ്റ്റ് ഊട്ടി ട്രിപ്പാണ്. സോ എന്തായാലും ഊട്ടിയിലെ ഏതെങ്കിലും 1-2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൂടെ നമ്മൾ പോകും. അപ്പം അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞാനൊരു സെപ്പറേറ്റ് ബ്ലോഗായിട്ട് ഇടാം. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ എവ്രിവൺ.